നമസ്കാരം കൂട്ടുകാരെ, നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് എക്സ്പ്രഷൻ ബേസ് ചെയ്തുള്ള കുഞ്ഞൊരു ചാലഞ്ചായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം ഇതാ. കൂട്ടുകാരെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാലഞ്ചിൽ ഇന്നത്തെ വീഡിയോയിൽ എത്തുന്നത് ശ്രീലക്ഷ്മിയും അഭിരാമിയുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സങ്കടത്തിൻ്റെ തലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദേഷ്യത്തിൻ്റെ തലം ചെയ്യാനായിട്ട് നമ്മുടെ അഭിരാമി എത്തിയിരിക്കുകയാണ്. ഓക്കെ, റെഡിയല്ലേ അഭിരാമി? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇതേപോലെ തന്നെ സങ്കടം ചെയ്ത പോലെ തന്നെ 3 തലത്തിൽ ദേഷ്യം ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അമ്മ, അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വളർത്തുമൃഗം, അതായത് നമ്മുടെ ഒരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നു. അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു തരം, അതായത് അതിനെ സംരക്ഷിക്കാനായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു തരം ദേഷ്യം, അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു തരം എക്സ്പ്രഷൻ, ആ ഒരു അവസ്ഥയാണ് ആദ്യം കാണിക്കേണ്ടത്. ഓക്കെ, റെഡി? ധൈര്യമായിട്ട് ചെയ്യും. ഓക്കെ, ready, 1 2 3 start. സ്റ്റേജിൽ വന്ന പോലെ ആയിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തെ തലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കൺമുൻപിൽ ഒരു അധർമ്മം കാണുകയാണ്, അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവൃത്തി നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോൾ അതിനെ തടയാൻ എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കുക. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അല്ല, ഡയലോഗ്സ് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഒന്നുകൂടെ, സമയം പോലെ. ഓക്കെ, റെഡി? 1 ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ മൂന്നാമത് ഒരു ദേഷ്യതലവും കൂടെ. നമുക്ക് നോർമലി ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ വരുന്ന ഒരു തരം അസ്വസ്ഥത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വീട്ടിൽ നമ്മൾ പറയുന്ന പോലെ അല്ലാണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ അതിൽ വരുന്ന ഒരു തരം ഇറിറ്റേഷൻ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഫേസ് കുറച്ചുകൂടെ അപ്പാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ദേഷ്യത്തിന്റെ 3 തലങ്ങൾ അവതരിപ്പിച്ച് കാണിക്കാനായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി എത്തിയിരിക്കുകയാണ്. റെഡിയല്ലേ? ചിരിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഫുൾ കോൺഫിഡൻസ്. ഓക്കെ, അപ്പോ ശ്രീലക്ഷ്മിക്ക് ഇത്തിരി വയ്യാണ്ടിരിക്കുകയാണ്, ചുമയും ഇതൊക്കെ ആയിട്ടിരിക്കുക. അതുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ ചുമയ്ക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ദേഷ്യത്തിൻ്റെ തലം, അതായത് ശ്രീലക്ഷ്മി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി, അങ്ങനെ എന്തിനെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒന്നിനെ മറ്റൊന്ന് ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ്റെ തല, അതാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒന്നുകൂടെ, എനിക്ക് വരുന്നില്ല. ചെയ്തോ? അഭിരാമി അവിടെ നിന്ന് എന്നെ ചിരിപ്പിക്കുന്നു. കുറെ നേരം അവിടെ നിന്ന് ചിരിക്കുന്നു. ഓക്കെ, ഡയറക്ടർ അഭിരാമിനെ ഇറക്കിവിടെ. ഓക്കെ, ചെയ്തോ? ഓക്കെ, സീരിയസ്. റെഡി? 1 ഒന്ന് ആലോചിച്ചോട്ടെ. ഓക്കെ, ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. എനിക്ക് വരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. രണ്ടാമത്തെ ചെയ്താലോ? ഓക്കെ, രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരു അധർമ്മം, അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു സംഭവം നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യുക, ആ ഒരു എക്സ്പ്രഷൻ, അതായത് ആ ഒരു സാഹചര്യത്തിലെ മനുഷ്യന്റെ തല. ഓക്കെ, റെഡി? 1 2
3 സ്റ്റാർട്ട്. ഏയ് ഓക്കെ ശരി. മൂന്നാമത്തെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി ഇപ്പൊ വീട്ടിലോ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരം അസ്വസ്ഥത, അത് ബേസ് ചെയ്ത് നമുക്ക് നോർമലി തോന്നുന്ന ദേഷ്യം. ഇങ്ങനെ പുറത്ത് വരാതെ പിടിച്ച് അതെ 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 ചെയ്തു. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു? ഞാൻ മന്ദസ്മിതം ചെയ്തതാ. കണ്ണുകൾ എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ശരി.